മോനെ നമുക്ക് ഈ അംഗനവാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടിട്ട് വരും എൻ്റെ അവിടെ. ഐതിഹ്യം പഠിച്ച അംഗനവാടിയുടെ ഉദ്ഘാടനം, പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം 10-ാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ അംഗനവാടിയിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോവാം. ഐതിഹ്യാനെ, ഈ ഗേറ്റ് എന്തായിരുന്നാലും നമുക്ക് തുറന്നു പോകാൻ പറ്റില്ല. അടി കൂടെ പോയാലോ? വാ. അങ്ങനെ നമ്മൾ അംഗനവാടിയുടെ ഗേറ്റ് മറികടന്നിട്ടുണ്ട്. ഇനി ആ കെട്ടിടത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നീ പഠിച്ച അംഗനവാടിക്ക് ഒരു കഥ പോലും ഇല്ലല്ലോടാ. അകത്ത് വല്ലതും ഉണ്ടോ? ആ, അകത്ത് ഒന്നുമില്ല. ഐതിഹ്യൻ്റെ അംഗനവാടിയിലെ പുതിയ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഈ ഉദ്ഘാടനത്തിനായി തയ്യാറായ കെട്ടിടത്തിലുണ്ട്. ആ സൗകര്യങ്ങളൊന്ന് നോക്കി. ഐതിഹ്യൻ്റെ അംഗനവാടിക്കകത്ത് പുസ്തകങ്ങളൊന്നുമില്ല, സിമന്റ് അവർ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ, ഇപ്പോൾ ബുക്കൊന്നുമില്ല. ഇതാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്യാൻ പാങ്ങോട് പഞ്ചായത്തിലെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനമെടുത്ത അംഗനവാടിയുടെ അവസ്ഥ. അതൊന്നും ചെയ്യാതെ ഇടപെടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇവിടെ പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ പറ്റില്ല. നാട്ടുകാർ പറഞ്ഞു, മുഴുവൻ പേരും പറഞ്ഞു. പണി ഒരുപാടുണ്ട്. പണി പിള്ളേരെ ഇപ്പോൾ ഇതിനകത്ത് കയറ്റിയിരുന്ന ഇളിഞ്ഞു വീടില്ല എങ്കിൽ പോലും അതിനകത്ത് ഒരു സൗകര്യമില്ല. തറയിട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. 15 ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത്. പൂർത്തിയാക്കാൻ ഇനിയും പണികൾ ഏറെയുണ്ട്. നാട്ടുകാരല്ല പ്രശ്നമുണ്ടാക്കിയതെന്നും BJP CPM ഗുണ്ടായിസമാണ് അവിടെ കണ്ടതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സംഘർഷത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി ലളിതകുമാരിയും കൂടെ ആ മെമ്പറും കൂടി ഒരുമിച്ച് ആലോചിച്ചിട്ട് ആ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് ആക്കാം എന്ന് കരുതി ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. 10-ാം തീയതി ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്ത ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അന്നിവിടെ ഉദ്ഘാടന മാമാങ്കം നടക്കാതെ പോയത്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടില്ലേ? ഒരു വാതിലില്ല, ജനലില്ല, തറയോടില്ല, ബാത്റൂം പോലും ഇവിടെ കുട്ടികൾക്കായി അവർ സജ്ജീകരിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇലക്ഷന് മുന്നോടിയായുള്ള ഈ ഉദ്ഘാടന മാമാങ്കം. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.